നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 30 ബുധനാഴ്ചയാണ്. നാളെ മെയ് 1 മഹാരാഷ്ട്ര ഡേയോടനുബന്ധിച്ച് NSEയും BSEയും ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ വീക്ക്ലി എക്സ്പയറി ഇന്നാണ് എന്നുകൂടി ഒന്ന് ആലോചിക്കുക. ഈ മാസം ഇന്ന് അവസാനിക്കുമ്പോൾ എല്ലാവരും പ്രോഫിറ്റിലായിരുന്നോ ലോസിലായിരുന്നോ ഈ മാസം അവസാനിപ്പിക്കുന്നത് എന്നുകൂടി കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഇന്നലെ ഒരു മ്യൂട്ടഡ് ക്ലോസ് ആണ് ഇന്ത്യൻ വിപണിയിൽ ഉണ്ടായത്. കൂടാതെ അടുത്ത 24 മുതൽ 36 മണിക്കൂറിനുള്ളിൽ ഇന്ത്യ ആക്രമണം നടത്തിയേക്കാമെന്ന് പാകിസ്ഥാൻ വാർത്താവിനിമയ മന്ത്രി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം വർദ്ധിപ്പിക്കുമെന്നാണ് സൂചിപ്പിക്കുന്നത്. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഏകദേശം ഒരു 40 പോയിന്റ്സ് ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സൂചന കാണിക്കുന്നത്. ഇനി ഇന്ന് പുലർച്ചെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകൾ, US സ്റ്റോക്കുകൾ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. തീരുവകൾ കാരണം ചൈനയ്ക്ക് 10 ദശലക്ഷം തൊഴിലവസരങ്ങൾ വേഗത്തിൽ നഷ്ടപ്പെടുമെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പ്രവചിച്ചു. എന്നാൽ ജപ്പാൻ, ചൈന എന്നിവയുൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളുമായി വ്യാപാര കരാറുകൾ പുരോഗമിക്കുന്നുണ്ടെന്നും അദ്ദേഹം സൂചന നൽകി. ഏപ്രിൽ 2 ട്രംപ് ഭരണകൂടം പല രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് പുതിയ നികുതികൾ പ്രഖ്യാപിച്ചതോടെ ലോകത്തിലെ ഏറ്റവും വലിയ 2 സമ്പദ് വ്യവസ്ഥകൾ തുടങ്ങിയ വ്യാപാര യുദ്ധത്തിൽ ആഗോള സമ്പദ് വ്യവസ്ഥ മന്ദഗതിയിലാകും എന്ന് പല ഉൽപ്പന്നങ്ങളുടെയും പ്രൈസുകൾ വളരെയധികം വർദ്ധിക്കുമെന്നും വിദഗ്ധർ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇന്നലെ സംഭവിച്ചത്, US സർക്കാർ ഒരു വ്യാപാര കരാറിൽ ഉടൻ തന്നെ ഏർപ്പെടാൻ പോകുന്നു എന്ന് വാണിജ്യ സെക്രട്ടറി ഹോവേർഡ് ലുട്നിക് പറയുകയുണ്ടായി. എന്നാൽ ഏത് രാജ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞില്ല. പിന്നീട് താരിഫുകളെ കുറിച്ചുള്ള ഇന്ത്യയുമായുള്ള ചർച്ചകൾ നന്നായി നടക്കുന്നുണ്ടെന്നും ഒരു കരാർ ഉടൻ ഉണ്ടാകുമെന്നും പ്രസിഡന്റ് ട്രംപ് പറയുകയുണ്ടായി. ഈ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് നമ്മൾ മാർക്കറ്റ് ന്യൂസ് സെഗ്മെന്റിൽ വിശദമായി തന്നെ പറയുന്നുണ്ട്. ഇന്ന് US നിന്നും CPI ഡാറ്റയാണ് പുറത്തു വരുന്നത്. ഇന്നലെ US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസ് 1.38% നേട്ടമുണ്ടാക്കി. വിപ്രോ 1%, ICICI ബാങ്ക് 0.78%, HDFC ബാങ്ക് 0.81% നേട്ടവുമുണ്ടാക്കി. ഡോക്ടർ റെഡ്ഡി ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. യൂറോപ്യൻ വിപണി ഇന്നലെ മിക്സഡ് ആയിരുന്നു. എന്നിരുന്നാലും FTSE കുതിപ്പ് തുടരുക തന്നെയാണ്. UK മാർക്കറ്റ് തുടർച്ചയായ 12ാമത്തെ ദിവസവും നേട്ടത്തിൽ തന്നെയാണ്. 5 വർഷത്തെ ഏറ്റവും വലിയൊരു ബുൾറണ്ണാണ് ഇപ്പോൾ FTSEയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്പോട്ട് ഗോൾഡ് 1% ഇടിഞ്ഞു. 71,840 രൂപയാണ് കേരളത്തിലെ പവന് ഗോൾഡ് പ്രൈസായിട്ട് വരുന്നത്. ഓയിൽ പ്രൈസുകൾ ഇന്നലെ 2% ഇടിയുകയുണ്ടായി. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിലോ നമ്മുടെ ഓൺലൈൻ ഓഫ്ലൈൻ കോഴ്സുകളിലോ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് മുകളിൽ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. എല്ലാ സുഹൃത്തുക്കളും ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ്. ജൂലൈക്ക് മുമ്പ് ഇന്ത്യയും US മിനി വ്യാപാര കരാർ ഒപ്പിടാൻ പോകുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇന്ന് വരുന്നത്. അധിക താരിഫുകൾ ഒഴിവാക്കിക്കൊണ്ട് ഇന്ത്യയും US ജൂലൈ ആദ്യം മുതൽ ഒരു മിനി ട്രേഡ് ഡീൽ അന്തിമമാക്കിയേക്കും. ഇനി ഇന്ത്യയുടെ വാണിജ്യ മന്ത്രാലയവും US ട്രേഡ് പ്രതിനിധിയും തമ്മിൽ വാഷിംഗ്ടണിൽ ഏപ്രിൽ 23 മുതൽ 25 വരെ നടത്തിയ ചർച്ചകൾ ഫലപ്രദം എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടത്. ഉയർന്ന താരിഫുകൾ കാരണം ഇന്ത്യയുമായുള്ള ചർച്ചകൾ എളുപ്പമാണെന്നും ചർച്ചകൾ നന്നായി പുരോഗമിക്കുന്നുണ്ടെന്നും US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറയുകയുണ്ടായി. US വൈസ് പ്രസിഡന്റിന്റെ സമീപകാലത്തെ ഇന്ത്യ സന്ദർശനവും ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ വളരെയേറെ നിർണായകമായി എന്ന് തന്നെ വിലയിരുത്താം. ഇന്നലെ Q4 റിസൾട്ട് വന്ന പ്രധാനപ്പെട്ട കമ്പനികളിലേക്കാണ്. ആദ്യം ബജാജ് ഫിനാൻസ്. നെറ്റ് പ്രോഫിറ്റിൽ 19% വർധനമാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. 4,546 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 22% ഒരു വർധനവും കാണുന്നുണ്ട്. അസറ്റ് അണ്ടർ മാനേജ്മെന്റിൽ 26% വർധനമാണ് ഇയർ ഓൺ ഇയറിൽ കാണുന്നത്. ബോർഡ് ബോണസ് ഇക്വിറ്റി ഷെയർ 4:1 എന്ന അനുപാതത്തിലും സ്റ്റോക്ക് സ്പ്ലിറ്റ് 2:1 എന്ന റേഷ്യോയിലുമാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഫൈനൽ ഡിവിഡൻഡായി 44 രൂപയും സ്പെഷ്യൽ ഡിവിഡൻഡായി 12 രൂപയുമാണ് കമ്പനി പ്രഖ്യാപിച്ചത്. അടുത്ത് ബജാജ് ഫിൻസർവ് എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 14.1% വർധനവ് കമ്പനി രേഖപ്പെടുത്തി. 2,416.6 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 14.2% വർധനവ് രേഖപ്പെടുത്തി. 36,595.4 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. ഇയർ ഓൺ ഇയറിലെ കണക്കാണ്. അടുത്ത് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ BPCL. ക്വാർട്ടർ ടു ക്വാർട്ടർ ബേസിസിൽ നെറ്റ് പ്രോഫിറ്റിൽ 30.9% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത്. 3,214 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 1.7% ഇടിവാണ് ഇപ്പോൾ റവന്യൂവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ക്വാർട്ടർ ടു ക്വാർട്ടർ ബേസിസിൽ. ബോർഡ് ഫൈനൽ ഡിവിഡൻഡായി 5 രൂപയാണ് പ്രഖ്യാപിച്ചത്. മറ്റൊരു കമ്പനി UTI അസറ്റ് അണ്ടർ മാനേജ്മെന്റ് കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 18% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത്. 124 കോടി രൂപയിലാണ് ഇപ്പോൾ
പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 3.2% ഒരു ഇടിവാണ് ഇയർ ഓൺ ഇയറിൽ കാണുന്നത്. ഇനി ബോർഡ് ഫൈനൽ ഡിവിഡൻഡായി 26 രൂപയാണ് പ്രഖ്യാപിച്ചത്. സ്പെഷ്യൽ ഡിവിഡൻഡായി 22 രൂപയും പ്രഖ്യാപിച്ചിരിക്കുന്നു. അടുത്തത് സ്റ്റാർ ഹെൽത്ത് എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 99.6% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 0.51 കോടി രൂപയാണ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയത്. 142.3 കോടി രൂപയിലായിരുന്നു കഴിഞ്ഞ വർഷം, അതായത് ഇയർ ഓൺ ഇയറിൽ പ്രോഫിറ്റ് ഉണ്ടായിരുന്നത്. നെറ്റ് പ്രീമിയത്തിൽ 11.9% വർധനവ് രേഖപ്പെടുത്തി. 3798.3 കോടി രൂപയിലാണ് ഇപ്പോൾ നെറ്റ് പ്രീമിയം ഉള്ളത്. അണ്ടർ റൈറ്റിംഗ് ലോസ് 275.2 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ അത് വെറും 91.8 കോടി രൂപയായിരുന്നു. അതായത് ലോസ് വൈഡൻ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായി നല്ല റിസൾട്ട് വന്ന 2 കമ്പനികളെ കുറിച്ചാണ് പറയുന്നത്. അതിനു മുന്നേയായി നമ്മുടെ സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഓഫ്ലൈൻ ഓൺലൈൻ ബാച്ചുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക് ആയ കാര്യങ്ങൾ മുതൽ ഫണ്ടമെൻ്റൽ, പ്രൈസ് ആക്ഷൻ, ഓപ്ഷൻസ് തുടങ്ങിയ എല്ലാ മേഖലകളും, ട്രേഡിംഗ് വ്യൂ അടക്കമുള്ള പ്ലാറ്റ്ഫോമുകൾ എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ അതിൽ കൂടുതലായി നമ്മൾ കാര്യങ്ങൾ സെറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടെ നമ്മൾ ഈ ക്ലാസ്സുകൾ പറയുന്നുണ്ട്. ക്ലാസ്സുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എല്ലാവരും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. തിരികെ Q4 റിസൾട്ടുകളിലേക്ക്. നല്ല റിസൾട്ട് രേഖപ്പെടുത്തിയ 2 കമ്പനികളാണ് ഇനി പറയുന്നത്. വിശാൽ മെഗാമാർട്ട് നെറ്റ് പ്രോഫിറ്റിൽ 88% വർധനവ് രേഖപ്പെടുത്തി. 115.1 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 23.2% വർധനവ് രേഖപ്പെടുത്തി. 2547.9 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് ഇന്ത്യ മാർട്ട് ഇന്റർമെഷ് എന്ന കമ്പനി. പ്രോഫിറ്റിൽ 81.3% ഒരു വർധനവ്, വലിയൊരു വർധനവ് വന്നിരിക്കുന്നു. 180.6 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 12.8% വർധനവ് രേഖപ്പെടുത്തി. ബോർഡ് ഫൈനൽ ഡിവിഡൻഡായി 30 രൂപയും സ്പെഷ്യൽ ഡിവിഡൻഡായി 20 രൂപയുമാണ് പ്രഖ്യാപിച്ചത്. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ പേര് മാത്രമെന്ന് പറയാം. മറ്റുള്ള കമ്പനികളുടെ ലിസ്റ്റ് ഇവിടെ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അദാനി പവർ, ഇൻഡസ് ടവേഴ്സ്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, അജന്ത ഫാർമ, ബന്ധൻ ബാങ്ക്, കോറമണ്ടൽ ഇന്റർനാഷണൽ, ക്രിസിൽ, എക്സൈഡ് ഇൻഡസ്ട്രീസ്, ഫെഡറൽ ബാങ്ക്, ഗോദ്രേജ് അഗ്രോവെറ്റ്, പാരാസ് ഡിഫൻസ് തുടങ്ങിയ കമ്പനികളാണ്. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FIS 2386 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. DIS ആവട്ടെ 1369 കോടി രൂപയ്ക്കാണ് ഇന്നലെ ബൈ ചെയ്ത്. തുടർച്ചയായിട്ടുള്ള 10ാമത്തെ ദിവസവും FIS ബൈയിങ്ങിൽ തന്നെയാണ്. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ മിക്സഡ് ആണ്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.07% നേട്ടത്തിൽ, സിംഗപ്പൂർ മാർക്കറ്റ് 0.44% നേട്ടത്തിൽ, ഹോങ്കോങ് മാർക്കറ്റ് 0.05% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 24,380 എന്ന നിലയിലാണ്. 50 പോയിന്റ്സ് ഡൗൺ സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് 40 മുതൽ 45 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് നിഫ്റ്റിയിൽ ഇന്ന് സാധ്യത കാണുന്നത്. ഓയിൽ പ്രൈസുകളിലേക്ക്. ഓയിൽ പ്രൈസുകൾ 2% ഇന്നലെ ഇടിഞ്ഞത്. ഒപെക് പ്ലസ് ഉൽപ്പാദനം കൂട്ടും എന്ന ആശങ്കയും ട്രംപിന്റെ താരിഫ് ടെൻഷനുകളുമാണ് ഇപ്പോഴത്തെ ഇടിവിന് വീണ്ടും കാരണമായിരിക്കുന്നത്. ക്രൂഡ് ഓയിൽ ഫ്യൂച്ചേഴ്സ് ഇനീഷ്യലി ഉണ്ടാക്കിയ ആ ഒരു നേട്ടം ഇപ്പോൾ കാണുന്നില്ല. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് $63.16 പെർ ബാരൽ എന്ന നിലയിൽ 0.25% നേട്ടത്തിൽ, WTI ഉള്ളത് $60.25 പെർ ബാരൽ എന്ന നിലയിൽ 0.26% ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. നിഫ്റ്റി ഇന്നലെ നമ്മൾ പറഞ്ഞ 23,365-70 റേഞ്ച് ബ്രേക്ക് ചെയ്തെങ്കിലും അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരു ഹൈ ആയിട്ടുള്ള 24,450 ടച്ച് ചെയ്തെങ്കിലും അവിടെ നിന്നും നല്ല സെല്ലിംഗ് പ്രഷർ കാരണം നിഫ്റ്റി ഇടിയുകയുണ്ടായി. അങ്ങനെ ഒടുവിൽ ക്ലോസ് ചെയ്യുന്നത് 24,335-ലാണ്. ഇനി അപ്സൈഡിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു ലെവൽ 24,450 തന്നെയാണ്. ഈ ഒരു ലെവൽ ക്രോസ് ചെയ്ത് ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് തന്നെയാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അത് കഴിഞ്ഞാൽ 24,700 മുതൽ 24,800 വരെയുള്ള ആ ഒരു സോൺ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ക്യാൻഡലുകൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കുറച്ച് ദിവസങ്ങളായിട്ട് സൈഡ് വൈസിലാണ് മാർക്കറ്റ് ഉള്ളത്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,500, അതിനുശേഷം 24,400 സ്ട്രൈക്ക്, അതിനുശേഷം 25,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,000, അതിനുശേഷം 24,200 സ്ട്രൈക്ക്, അതിനുശേഷം 24,300 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,400, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,300. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം 24,300 സ്ട്രൈക്കിൽ 86% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ഒരു ലോങ് ബിൽഡപ്പ് തന്നെയാണ്. കോൾ സൈഡിൽ 46% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം.
24,250 സ്ട്രൈക്കിൽ 37% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് തന്നെ. കോൾ സൈഡിൽ 19% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കാണുന്നത്. 24,350 സ്ട്രൈക്കിൽ 44% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 116% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പും കാണാം. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് സ്ട്രോങ് ആയിട്ടുള്ളത് 24,300 സ്ട്രൈക്കിലും 24,250 സ്ട്രൈക്കിലുമാണ്. കോൾ സൈഡ് സ്ട്രോങ് ആയിട്ടുള്ളത് 24,350 സ്ട്രൈക്കിലുമാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 55,391 42 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോഴൊരു ഡബിൾ ടോപ്പ് ഫോർമേഷന് സമാനമായിട്ടുള്ള ഒരു ഫോർമേഷനാണ് ഉണ്ടായിരിക്കുന്നത്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ക്രൂഷ്യൽ ആയിട്ടുള്ള 56,000 എന്ന മാർക്ക് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ക്രോസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് തന്നെയാണ് പ്രധാനമായിട്ടും ഉറ്റുനോക്കുന്നത്. എന്തായാലും അത് പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ഏരിയ തന്നെയാണ്. രണ്ടാമത്തെ പ്രാവശ്യവും അവിടെ നിന്നൊരു റിജക്ഷൻ സംഭവിച്ചിരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇനി ബാങ്ക് നിഫ്റ്റിയിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രൈക്ക് 55,500 ആണ്. ആ ഒരു സ്ട്രൈക്ക് ബ്രേക്ക് ചെയ്യുക എന്നത് പ്രധാനപ്പെട്ട ഒരു ടാസ്ക് തന്നെയായിരിക്കും. ഡൗൺ സൈഡിൽ ഒരു സപ്പോർട്ടായി മാറാൻ സാധ്യതയുള്ളത് ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം 55,000 ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഈ വാർത്തകളെല്ലാം എടുത്തിരിക്കുന്നത് ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് അതിവിടെ ഷെയർ ചെയ്തിട്ടുള്ളതും. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ നമ്മൾ പിൻ ചെയ്തിട്ടുണ്ട്. അതുവഴി ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിലും അതിൻ്റെയും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിരിക്കുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.